ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് വാഗമണ്ണിലോട്ടൊരു ട്രിപ്പ് പോവാണ്. നമ്മൾ റാന്നി എരുമേലി കുട്ടിക്കാനം വഴി വാഗമണ്ണാണ് വന്നേക്കുന്നത്. റോഡെല്ലാം നല്ല റോഡായിരുന്നു. പിന്നെ അങ്ങോട്ട് പോയപ്പോൾ അത്യാവശ്യം മഞ്ഞും മഴയെല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ വളഞ്ഞങ്ങാനം വാട്ടർഫാൾസിൽ വന്നേക്കുവാണ്. ഇവിടെ നല്ല വെള്ളച്ചാട്ടമുണ്ട്. നല്ല ശക്തിയായിട്ട് വെള്ളം ചാടുന്നുണ്ട്. അപ്പം നമ്മളിവിടെ കുറച്ച് ചായയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഇച്ചിരി പഴംപൊരിയും വടയെല്ലാം കഴിച്ചു. എന്നിട്ട് നമ്മൾ ഒരു 5-10 മിനിറ്റ് ഇവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ വാഗമണ്ണിലോട്ട് പോവാണ്. ഇവിടെ നിറച്ചും കുരങ്ങന്മാരുണ്ട്. അപ്പം കയ്യിൽ ഫുഡൊക്കെ കരുതുമ്പോൾ സൂക്ഷിക്കണം, അല്ലെങ്കിൽ കുരങ്ങന്മാർ വന്ന് എടുത്ത് തിന്നും. അവിടെ നിന്ന് നമ്മൾ വീണ്ടും യാത്ര തിരിച്ച് നമ്മളുടെ ബുക്ക് ചെയ്ത വീട്ടിലോട്ട് പോവാണ്. നമ്മൾ എയർബിഎൻബി വഴിയാണ് ബുക്ക് ചെയ്തത്. ഒരു 2 BHK സ്റ്റോൺ വില്ലയാണ്. ആ വീട്ടിലോട്ട് പോകുന്ന എത്തുന്ന അവസാനത്തെ ഒരു 100 മീറ്റർ ഒരു ഓഫ് റോഡ് പോലത്തെ വഴിയാണ്. അവിടെ വലിയ വണ്ടിയെല്ലാം കയറിപ്പോവും. കൊച്ചു വണ്ടി കയറാൻ കുറച്ച് പാടാണ്. അപ്പം നമ്മളിപ്പോൾ നമ്മുടെ ബുക്ക് ചെയ്ത വീട്ടിലോട്ട് എത്താറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്. ഇതിൻ്റെ അകത്തുള്ള മുറികളെല്ലാം കാണിച്ചു തരാം. അപ്പം ഇതാണ് അതിൻ്റെ ചുറ്റുംപുറം. ഇനി നമുക്ക് നമ്മുടെ വീടിൻ്റെ അകത്തോട്ട് പോവാം. സൈഡിലെല്ലാം അത്യാവശ്യം കുറേ മരങ്ങളും ചെടികളും എല്ലാം ഉണ്ട്. അപ്പം ഇതാണ് എൻട്രൻസ് വരുന്നത്. പിന്നെ ഇതിൻ്റെ സൈഡ് ഭാഗം വരുന്നത് ഇതേമാതിരിയാണ്. ഇവിടെ നൈറ്റിൽ വേണമെങ്കിൽ ഇച്ചിരി തീയൊക്കെ കൊണ്ടിരിക്കാം. ഇത് 9 ഏക്കർ തേയിലത്തോട്ടത്തിൻ്റെ നടുക്കായിട്ടാണ് ഈ വീട് ഇരിക്കുന്നത്. ഇതിൻ്റെ അടുത്ത് ഒന്നും വലിയ വീടൊന്നുമില്ല. ഇതിൽ സിറ്റ് ഔട്ടിൽ ഇതുപോലെ ചെയറുകളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് ഒരു മുറിയാണ്. അപ്പോൾ ഈ മുറിയിൽ അത്യാവശ്യം 2 പേർക്ക് കിടക്കാൻ പറ്റിയ കട്ടിലും ഒരു വാഷ്റൂമും ഉണ്ട്. പിന്നെ ഒരു അലമാരയുണ്ട്. ഇനി നമ്മൾ അടുത്ത റൂമിലോട്ട് പോയി കാണിച്ചു തരാം. ഈ സൈഡിലെല്ലാം ഇതേപോലത്തെ കസേരകളുണ്ട്. അപ്പോൾ ഇതാണ് അടുത്ത മുറി വരുന്നത്. ഇതിലും ആ നേരത്തെ കണ്ട മുറി പോലെ ഒരു കട്ടിലും ഒരു ടീപ്പോയും ഒരു അലമാരയുമുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഇനി നമുക്ക് ഊണുമുറിയിലോട്ട് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഊണുമുറി വരുന്നത്. അതിനോട് ചേർന്ന് അടുക്കളയാണ്. അടുക്കളയിൽ വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും ഗ്യാസും എല്ലാം ഉണ്ട്. പാത്രങ്ങളും എല്ലാം അതിനകത്തുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ബുക്ക് ചെയ്ത 2 BHK വില്ല. ഇത് മൊത്തം സ്റ്റോൺ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതാ വീടിൻ്റെ മുമ്പിലുള്ള വഴിയാണ്. അപ്പോൾ എല്ലായിടത്തും കൊച്ചു കൊച്ചു ഇതേപോലത്തെ വെള്ളച്ചാട്ടങ്ങളെല്ലാം ഉണ്ട്.
നമ്മൾ കുറച്ച് ഫുഡൊക്കെ മേടിക്കാൻ പോവാണ്. ഇവിടെ നല്ല മഴയായിരുന്നു, അതുപോലെ തന്നെ നല്ല മഞ്ഞും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പോകുന്ന വഴിയിൽ, ഇതേപോലെയാണ് മഞ്ഞൊക്കെ ഇരിക്കുന്നത്. നമ്മുടെ ഇതിനടുത്ത് ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട്, പക്ഷേ ഒത്തിരി കടയൊക്കെ വരുന്നത് കുറച്ചും കൂടി ഒരു 6 കിലോമീറ്റർ എല്ലാം മാറിയാണ്. അപ്പോൾ നമ്മൾ ഫുഡെല്ലാം മേടിച്ചിട്ട് കുറച്ചൊക്കെ കറങ്ങിയിട്ട് വീട്ടിൽ തിരിച്ചു വരുവാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി. അപ്പം ഫസ്റ്റ് ഡേയിലെ പരിപാടി എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ രാത്രി ഫുഡ് കഴിക്കാൻ പോവാണ്. ഇത് ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ഏരിയ ആണ്. ഇപ്പോൾ രാത്രി മഴയുടെ ഒച്ചയൊക്കെ കേട്ട് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാം. രാത്രി അത്യാവശ്യം ഫുഡെല്ലാം കഴിഞ്ഞു. അപ്പോഴേക്കും പുറത്ത് കുറച്ചും കൂടി മഴ തുടങ്ങി. നമ്മൾ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് കുറച്ച് നേരം നമ്മൾ യൂണോ എല്ലാം കളിച്ചിരുന്നു. എന്നിട്ട് നമ്മൾ കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ എണീറ്റു. ഇവിടെ കൊതുകോ ഈച്ചയോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് നമ്മുടെ വീടിൻ്റെ പുറകു ഭാഗമാണിത്. അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് ബ്രെഡും മുട്ടയെല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കി. ഇച്ചിരി പഴവും കൂടി വറുത്തെടുത്തു. അപ്പോൾ അതെല്ലാം രാവിലെ കഴിച്ച ശേഷം നമ്മൾ ആദ്യം പോകുന്നത് നമ്മൾ മൊട്ടക്കുന്നിലോട്ട് യാത്ര തിരിക്കുവാണ്. മെഡോസ് മൊട്ടക്കുന്നിൽ എത്തിയിട്ടുണ്ട്. ഒരാൾക്ക് 25 രൂപയാണ് ടിക്കറ്റ് ഫെയർ വരുന്നത്. അപ്പോൾ ഇവിടെ നല്ല കാറ്റുണ്ട്, അത്യാവശ്യം നല്ല കാറ്റുണ്ട് ഇവിടെ. നമ്മുടെ കുടയെല്ലാം പറന്നു പോയായിരുന്നു. ഇതേപോലത്തെ കളിക്കുന്ന സാധനങ്ങളൊക്കെ ഇവിടെ ഒത്തിരി ഉണ്ട്. സിപ്പ് ലൈനുണ്ട്, ബോട്ട് റൈഡുണ്ട്, പിന്നെ ഫോട്ടോ ഫ്രെയിം അവിടെ വെച്ചിട്ടുണ്ട് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട്. പിന്നെ ഇവിടെ ഒരാൾ പട്ടം പറത്തുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വന്നപ്പോൾ മഴയും കാറ്റും എല്ലാം ഉണ്ടായിരുന്നു. മൊത്തത്തിൽ നല്ലൊരു ഫീലായിരുന്നു.
അങ്ങനെ നമ്മളവിടെ 1-2 മണിക്കൂർ സ്പെൻഡ് ചെയ്ത് കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്തിട്ട് നമ്മൾ തിരിച്ച് അടുത്ത സ്ഥലത്തോട്ട് പോയി. ഇവിടെ ബസ്സിലെല്ലാം ഒത്തിരി ആൾക്കാർ വന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഇവിടെ ഇതിന് മുമ്പിൽ നമുക്ക് പിന്നെ ഇവിടെ കുതിര സവാരിക്കുള്ള കുതിരയെല്ലാം ഉണ്ട്. എന്നിട്ട് നമ്മൾ ഇച്ചിരി ഉപ്പിലിട്ട മാങ്ങയെല്ലാം മേടിച്ചു. പിന്നെ കുറച്ച് ചായയും എല്ലാം കുടിച്ചു. എന്നിട്ട് നമ്മളിനി എക്കോ പോയിന്റിലോട്ട് പോവാണ്. അവിടെ കുറച്ചും കൂടി മഴയും മഞ്ഞും എല്ലാം ഉണ്ടായിരുന്നു. പോകണ വഴിയെല്ലാം അതുപോലെയൊക്കെ തന്നെയായിരുന്നു. അപ്പോഴേക്കും ഉച്ചയായി. അപ്പോൾ നമ്മളിന്നൊരു സദ്യ കഴിക്കാമെന്ന് വെച്ചു. നമ്മളവിടുത്തെ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഒരു നല്ലൊരു സദ്യ തിന്നു. കൂടെ അടപ്രഥമൻ പായസം എല്ലാം ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഭക്ഷണം എല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ ചുമ്മാ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി. ഇതെല്ലാം ഓരോരോ വെള്ളച്ചാട്ടങ്ങളാണ്. ഇവിടെ കുറേ തേയിലത്തോട്ടങ്ങളുമുണ്ട്. തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെയുള്ള യാത്ര വളരെ നല്ലതായിരുന്നു. എന്നിട്ട് നമ്മൾ ഒരു പാല് മേടിക്കാൻ ഒരു കടയിൽ നിർത്തി. അപ്പം 2-3 പട്ടിക്കുട്ടികളെ എല്ലാം കണ്ടു. അപ്പം ഞങ്ങൾക്ക് ഇച്ചിരി ചൂടുള്ള മാഗി കഴിക്കാൻ തോന്നി. അപ്പം ഞങ്ങൾ ഒരു മാഗിയും കൂടെ മേടിച്ച് വീട്ടിലോട്ട് വന്നു. അപ്പം നമ്മൾ മാഗി എല്ലാം ഉണ്ടാക്കുവാണിപ്പോൾ. തണുത്ത ക്ലൈമറ്റിൽ ചൂടുള്ള മാഗി എല്ലാം കഴിച്ചിരുന്നു. ആ പട്ടികളെല്ലാം നമ്മളെ തേടി ഇങ്ങനെ വന്നു. നല്ല പട്ടികളായിരുന്നു അത്. അവർ നമ്മളെ അന്വേഷിച്ച് വീട് വരെ വന്നു. അവർക്ക് നമ്മൾ ഫുഡെല്ലാം കൊടുത്തു. പിന്നെ ഇവിടെ നിറച്ച് കിളികളുണ്ടായിരുന്നു. അങ്ങനെ ഈവനിങ് ആയി. നമുക്കൊരു ചെറിയൊരു ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. എന്നിട്ട് നമ്മൾ രാത്രി ഫുഡ് കഴിച്ചിട്ട് കിടന്നുറങ്ങി. ഇത് പിറ്റേ ദിവസമായി. ഇനി നമ്മൾ വീട്ടിലോട്ട് പോകാനുള്ള പുറപ്പാടിലാണ്. അപ്പം ഞങ്ങൾ ഈ 2 ദിവസം ഇവിടെ നന്നായിട്ട് റിലാക്സ് ചെയ്തു. നമ്മൾ തിരിച്ച് നമ്മളുടെ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ ഇഷ്ടംപോലെ വെള്ളച്ചാട്ടങ്ങളുണ്ട് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആയിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഇനി കോട്ടയം ലുലുവിലോട്ട് പോവാണ്. നമ്മൾ തിരിച്ചു വന്നത് ഈരാറ്റുപേട്ട പാല വഴി കോട്ടയത്താണ്. അതും നല്ല വഴിയായിരുന്നു. അപ്പം നമ്മൾ കുറച്ച് സമയം നമ്മൾ ലുലുവിൽ സ്പെൻഡ് ചെയ്തു. അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. ഈ മീനുകളെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുണ്ടായിരുന്നു ഈ മീനെല്ലാം കാണാൻ. ഇതെല്ലാം ഫൈറ്റർ ഫിഷാണ്. അപ്പം നമ്മൾ ആവശ്യത്തിന് സാധനം എല്ലാം മേടിച്ചിട്ട് നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു പോവാണ്. അപ്പോൾ ഉച്ചക്കത്തെ ഫുഡും എല്ലാം അവിടെ നിന്ന് വാങ്ങി. അപ്പോൾ അങ്ങനെ നമ്മുടെ 3 ദിവസത്തെ ഓണം വെക്കേഷൻ ഇവിടെ തീർന്നു. അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബായ്.